ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് മാനിഫെസ്റ്റേഷൻ്റെ രഹസ്യത്തിനെ കുറിച്ചാണ്. സംഭവം സിമ്പിളാണ്, പക്ഷേ ഇതിനു പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് വ്യക്തമായിട്ട് സംസാരിക്കാമെന്ന് കരുതി. അപ്പം എല്ലാവരും റെഡിയല്ലേ? തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ഇതൊക്കെ വെറുതെ തോന്നലല്ലേ എന്ന് തോന്നിയേക്കാം. പക്ഷേ നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു ഓപ്പൺ മൈൻഡോടെ കേൾക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നേക്കാം. ഇനി എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് നോക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ആത്മാർത്ഥമായി വേണമെന്ന് തോന്നുക, അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുക, അതിനുവേണ്ടി നമ്മളുടെ എനർജി കൊടുക്കുക. ഇതൊക്കെയാണ് മാനിഫെസ്റ്റേഷൻ്റെ ബേസിക് കാര്യങ്ങൾ. ഉദാഹരണത്തിന്, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഞാൻ വിജയിക്കും, ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്യും എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സ് ആ വഴിക്ക് പ്രവർത്തിക്കാൻ തുടങ്ങും. പക്ഷേ എപ്പോഴും എനിക്ക് ഒന്നും നടക്കത്തില്ല, ഞാൻ പരാജയപ്പെടും എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സ് ആ ദിശയിലേക്ക് പോകുന്നത് കാണാം. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു. ഇതാണ് മാനിഫെസ്റ്റേഷൻ. നിങ്ങളുടെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടെങ്കിൽ ലോകം മുഴുവൻ നിങ്ങളെ അതിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെയാണ് മാനിഫെസ്റ്റേഷനും. നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, ആഗ്രഹങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ സ്വപ്നങ്ങളുമായി ഒരേ താളത്തിൽ ഒന്നിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇനി ഇതിന് പിന്നിലെ ശാസ്ത്രത്തിലേക്കൊന്ന് കടക്കാം. നിങ്ങളുടെ തലച്ചോറ് അതൊരു അത്ഭുത മെഷീനാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചിത്രം ആവർത്തിച്ച് മനസ്സിൽ കാണുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ഒരു പുതിയ ന്യൂറൽ പാത്വേ രൂപപ്പെടുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു കാറ് വാങ്ങണമെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ കാറിനെ കുറിച്ച് ആലോചിക്കുന്നു. അതിൻ്റെ നിറം, ഷോറൂമിൽ പോകുന്നത്, ഡ്രൈവ് ചെയ്യുന്നത് ഇതൊക്കെ മനസ്സിൽ കാണുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ആ കാര്യത്തിൽ കൂടുതൽ വ്യക്തത, അതായത് ക്ലാരിറ്റി വരുന്നു. നിങ്ങളുടെ വികാരങ്ങളും ഫീലിങ്സും ഈ ചിന്തയോട് കൂടുതൽ ബന്ധപ്പെടുന്നു. അപ്പോൾ ആ ന്യൂറൽ കണക്ഷൻ കൂടുതൽ ശക്തമാകുന്നു. ഇതിൻ്റെ പിന്നിൽ ഒരു ശാസ്ത്രീയ ആശയമുണ്ട്, ന്യൂറോപ്ലാസ്റ്റിസിറ്റി. പണ്ട് കരുതിയിരുന്നത് ശാരീരികമായ പരിശീലനത്തിലൂടെ മാത്രമേ തലച്ചോറിൽ പുതിയ കണക്ഷനുകൾ ഉണ്ടാകൂ എന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ ഗവേഷണങ്ങൾ പറയുന്നത് നിങ്ങളുടെ തലച്ചോറിന് യാഥാർത്ഥ്യവും, അതായത് റിയാലിറ്റിയും, ഭാവനയും, അതായത് ഇമാജിനേഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകില്ല എന്നാണ്. അതായത് നിങ്ങൾ ഒരു കാര്യം ആവർത്തിച്ച് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് അതിനെ ഒരു യാഥാർത്ഥ്യമായി കാണാൻ തുടങ്ങുന്നു. പക്ഷേ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ വെറുതെ വിഷ്വലൈസ് ചെയ്താൽ ഒരു ബൈക്ക് ഓടിക്കാൻ പഠിക്കാമെന്നല്ല കേട്ടോ. വിഷ്വലൈസേഷൻ എന്നത് മനസ്സിനെ ആ കാര്യത്തിന് തയ്യാറാക്കുന്നു, നിങ്ങളുടെ ശ്രദ്ധയെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ്. ഇനി നമ്മുടെ തലച്ചോറിലെ ഒരു സൂപ്പർ ഫീച്ചറിനെ കുറിച്ച് പറയാം. റെറ്റിക്കുലേറ്റർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അഥവാ RAS. ഇത് നിങ്ങളുടെ തലച്ചോറിൻ്റെ ഒരു ഫിൽട്ടർ സിസ്റ്റം പോലെയാണ്. നിങ്ങളുടെ ശ്രദ്ധ എവിടെ പോകണം, എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ RASൻ്റെ ജോലിയാണ്. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾക്കൊരു പുതിയ മൊബൈൽ വാങ്ങണമെന്ന് വിചാരിക്കുക. നിങ്ങൾ ഗൂഗിളിൽ പോയി ആ മൊബൈലിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നു, യൂട്യൂബിൽ റിവ്യൂ വീഡിയോകൾ കാണുന്നു, പിന്നെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ തുറക്കുമ്പോൾ ആ മൊബൈലിൻ്റെ പരസ്യങ്ങൾ എവിടെയും കാണാൻ തുടങ്ങും. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇൻ്റർനെറ്റിൻ്റെ അൽഗോരിതം നിങ്ങളുടെ താല്പര്യങ്ങൾ, അതായത് നിങ്ങളുടെ സെർച്ചുകൾ, ലൈക്കുകൾ, കമൻറ്റുകൾ അവ മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾക്ക് പരസ്യങ്ങൾ കാണിക്കുന്നു. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ തലച്ചോറിലെ RASഉം ഒരു അൽഗോരിതം പോലെ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം പ്രധാനമായി വരുമ്പോൾ RAS ആ കാര്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തുടങ്ങും. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു ചുവന്ന കാറ് വേണമെന്ന് തോന്നി. നിങ്ങൾ ആ കാറിനെ കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തി, ഷോറൂമിൽ പോയി നോക്കി, യൂട്യൂബിൽ വീഡിയോകൾ കണ്ടു. ഇനി നിങ്ങൾ റോഡിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ആ ചുവന്ന കാർ എവിടെയും കാണാൻ തുടങ്ങും അല്ലേ? ബിൽ ബോർഡുകളിലോ റോഡിലെ പോസ്റ്ററുകളിലോ അല്ല റോഡിലോ
ഇതിൻ്റെ അർത്ഥം ആ കാറ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു എന്നല്ല. ആ കാർ അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ RAS ഇപ്പോൾ അതിനെ നിങ്ങളുടെ പ്രധാന ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ്. RAS നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനും സബ് കോൺഷ്യസ് മൈൻഡിനും ഇടയിൽ ഒരു ഗേറ്റ് കീപ്പർ പോലെ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങൾ, അതായത് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, ഈ ഇന്ദ്രിയങ്ങൾ വഴി വരുന്ന 99% വിവരങ്ങളും നിങ്ങളുടെ തലച്ചോറ് അവഗണിക്കുന്നു. പക്ഷേ RAS പറയുന്നു ഈ കാര്യം പ്രധാനമാണ്, ഇതിൽ ശ്രദ്ധിക്കൂ എന്ന്. ഇനി മാനിഫെസ്റ്റേഷൻ എല്ലാവർക്കും വർക്ക് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഇതിൻ്റെ ഉത്തരം നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവമാണ്. നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും ആഴമുള്ള ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ജനിതക ഘടന അതായത് ജെനറ്റിക്സ്, നിങ്ങളുടെ പരിസരം, നിങ്ങളുടെ അനുഭവങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം രൂപപ്പെടുന്നത്. ഇനി നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. ഇതിന് സ്വയം ബോധം അതായത് സെൽഫ് അവെയർനെസ് വളർത്തണം. നിങ്ങളുടെ മനസ്സിനോട് സംസാരിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക. എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്താണ്? എനിക്ക് ഏറ്റവും സ്വാഭാവികമായി വരുന്ന കഴിവെന്താണ്? എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ശരിക്കും ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ദിനചര്യകൾ നിരീക്ഷിക്കുക, മെഡിറ്റേഷൻ പരിശീലിക്കുക, പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക. ഒരു ഡയറി എടുത്ത് നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും എഴുതി വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആഴമുള്ള ആഗ്രഹങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തിന് വിരുദ്ധമായി എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് ആദ്യം നിങ്ങളെ തന്നെ അറിയുക എന്ന് പറയുന്നത്. ഇനി മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, പോസിറ്റീവ് ചിന്തകൾ. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കുക. ഞാൻ വിജയിക്കും, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് സ്വയം പറയുക. ഇനി രണ്ടാമത്തേത് വിഷ്വലൈസേഷനാണ്. എല്ലാ ദിവസവും 5 മുതൽ 10 മിനിറ്റ് നിങ്ങളുടെ സ്വപ്നങ്ങൾ മനസ്സിൽ ചിത്രീകരിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു വലിയ വീട് വേണമെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നത്, അതിൻ്റെ ഓരോ മുറിയും, അവിടെ നിങ്ങളുടെ കുടുംബം, ഇതൊക്കെ മനസ്സിൽ വ്യക്തമായിട്ട് കാണുക. മൂന്നാമത്തെ കാര്യമാണ് പോസിറ്റീവ് അഫർമേഷനുകൾ. ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തും എന്ന് ദിവസവും ആവർത്തിക്കുക. ഇനി നാലാമത്തേതാണ് സെൽഫ് ടോക്ക്. നിങ്ങളുടെ മനസ്സുമായി നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു? ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നത് നിർത്തുക. പകരം ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കുന്നു, എനിക്കിത് നേടാൻ കഴിയുമെന്ന് പറയുക. ഇനി അഞ്ചാമത്തേതാണ് നിങ്ങളുടെ ശീലങ്ങൾ മാറ്റുക എന്നത്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ശീലങ്ങൾ വളർത്തുക. ഉദാഹരണത്തിന് ഒരു എഴുത്തുകാരനാകണമെങ്കിൽ എല്ലാ ദിവസവും 30 മിനിറ്റ് എഴുതുന്ന ശീലം വളർത്തുക. മാനിഫെസ്റ്റേഷൻ ഒരു മാന്ത്രിക വിദ്യയൊന്നുമല്ല. ഇത് നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും ശക്തിയാണ്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമ്മുടെ പൂർണ്ണ ശ്രദ്ധയും എനർജിയും കൊടുക്കുമ്പോൾ യൂണിവേഴ്സ് നമ്മളെ അതിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം അറിയുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇതാണ് മാനിഫെസ്റ്റേഷൻ്റെ രഹസ്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മാനിഫെസ്റ്റേഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്